ഹലോ, ഞാൻ ഫ്ലോപ്പ് ആവാത്തൊരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണത്. ഞാനിവിടെ 1.5 kgയുടെ സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത്. എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു, അതിന് ചെയ്തതാണ്. അതിലേക്ക് ഒരു 1.25 കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെക്കുക. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഉപ്പും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ വാനില എസൻസിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വേറൊരു എസൻസ് ചേർത്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഈ എഗ്ഗി സ്മെല്ലും ടേസ്റ്റും തീരെ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എസൻസാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക. ഞാൻ വാനില സ്പഞ്ച് അത് വെച്ചിട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇനി എഗ്ഗ് നന്നായി ബീറ്റ് ചെയ്ത് വന്നാൽ നമ്മൾ നേരത്തെ ഓയിലിൽ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡർ അതിലേക്ക് ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക. വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുക. പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഓവർ മിക്സ് ആവരുത്, പതിയെ ചെയ്താൽ മതി. മിക്സ് ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ പാല് കുറേശ്ശെ ആഡ് ചെയ്തിട്ടെടുക്കുക. ഇങ്ങനെ സ്പഞ്ച് ചെയ്തതിന് ശേഷം എൻ്റെ ബാറ്റർ താഴ്ന്നു പോയിട്ടേ ഇല്ല. അല്ലെങ്കിൽ ചില സമയത്തൊക്കെ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് സ്പഞ്ച് ചെയ്യുമ്പോൾ ബാറ്റർ താഴ്ന്നു പോവാറുണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടി ചെയ്തെടുത്ത സ്പഞ്ചാണ്. ചോക്ലേറ്റ് കേക്കിനാവുമ്പോൾ ഓയിലിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും അളവിൽ കുറച്ച് മാറ്റം വരും. ഇനി ബാറ്റർ 2 6 ഇഞ്ചിൻ്റെ പാനിലേക്കായി മാറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ എയർ ബബിൾസ് കളയാനായി ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് പോവുക മാത്രമല്ല നമുക്ക് ഫ്ലാറ്റ് ടോപ്പായിട്ട് കിട്ടും കേക്ക്. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നിങ്ങളുടെ ഓവൻ്റെ ചൂടനുസരിച്ച് അതിനെ ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്പഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. ഇനി ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്യുമ്പോൾ ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. കണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി. ചാനൽ ഇഷ്ടമായാൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.